ദിവസം മുതലപ്പുഴയിൽ കാണാതായ 2 പേരിൽ ഒരാളുടെ മൃതദേഹം കണ്ടെത്തി. അഞ്ചുതെങ്ങ് സ്വദേശി ഫ്രീമോന്റെ മൃതദേഹമാണ് കണ്ണാന്തുറയിൽ നിന്നും ലഭിച്ചത്. ഷിജിനായുള്ള തെരച്ചിൽ തുടരുകയാണ്. മുതലപ്പുഴയിലെ ഈ പ്രദേശത്ത് നിന്ന് ഒരു മരണക്കണക്കോ അപകട വാർത്തയോ അല്ലാതെ മറ്റൊന്നും റിപ്പോർട്ട് ചെയ്യാൻ കഴിയുന്നില്ല. കാലങ്ങളായി അങ്ങനെ തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. അതേ അവസ്ഥയിലാണ് ഇവിടെ ജീവിക്കുന്നവരും മുന്നോട്ട് പോകുന്നത്. അവരെല്ലാം ചോദിക്കുന്നത് എന്ന് മാറ്റമുണ്ടാകും എന്നുള്ളതാണ്. ആ ചോദ്യം ഉന്നയിക്കുമ്പോഴും കഴിഞ്ഞ ദിവസം മുതലപ്പുഴയിൽ അപകടമുണ്ടാവുകയാണ്. വള്ളം മറിഞ്ഞ് വെള്ളിയാഴ്ച രാത്രിയാണ് അഞ്ചുതെങ്ങ് സ്വദേശികളായ രണ്ടുപേരെ കാണാതായത്. ഇതുമായി ബന്ധപ്പെട്ട് തിരച്ചിൽ നടത്താൻ വൈകി എന്നാരോപിച്ചുകൊണ്ട് വലിയ പ്രതിഷേധം ഈ കോസ്റ്റൽ പോലീസ് സ്റ്റേഷനിലൊക്കെ വലിയ പ്രതിഷേധമുണ്ടായിരുന്നു. മറൈൻ എൻഫോഴ്സ്മെന്റ് ഉൾപ്പെടെ ഈ വിഷയത്തിൽ മുന്നിലേക്ക് വരാൻ വലിയ താമസമുണ്ടായെന്ന് പറഞ്ഞു. ആ ഘട്ടത്തിലാണ് ഇപ്പോൾ എന്തായാലും ഒരു മൃതദേഹം കാണാതായ 2 പേരിൽ ഒരാളുടെ മൃതദേഹം തൊട്ടടുത്ത പ്രദേശമാണ് ആ പ്രദേശത്ത് നിന്ന് ലഭിക്കുന്നത്. ഇന്ന് രാവിലെയാണ് ഫ്രീമോന്റെ മൃതദേഹം കണ്ണാന്തുറ സെന്റ് പീറ്റേഴ്സ് LP സ്കൂളിന് സമീപത്തെ പ്രദേശത്ത് നിന്ന് ലഭിക്കുന്നത്. ലഭിച്ച ഘട്ടത്തിൽ തന്നെ പോലീസ് ഉദ്യോഗസ്ഥർ ഉൾപ്പെടെയുള്ളവർ അവിടേക്ക് എത്തി. പിന്നീട് കുടുംബാംഗങ്ങൾ എത്തിയാണ്. അതിവൈകാരികമായ ദൃശ്യങ്ങളായിരുന്നു. കുടുംബാംഗങ്ങൾ ആ മൃതദേഹം തിരിച്ചറിയുന്നത്. സുഹൃത്തുക്കളാണ് ആദ്യഘട്ടത്തിൽ അവിടേക്ക് എത്തിയത്. ഒരു പക്ഷേ എവിടെയെങ്കിലും എത്തി രക്ഷപ്പെട്ട് കാണുമെന്ന് വിശ്വസിച്ച് എവിടെ നിന്നെങ്കിലും ആ ഫോൺ കോൾ വരുമെന്ന് വിശ്വസിച്ചിരുന്നവർക്കാണ് എന്തായാലും മൃതദേഹം തിരിച്ചറിയേണ്ട ദുർഗതി വന്നിരിക്കുന്നത്. നിലവിൽ ഇനി അഞ്ചുതെങ്ങ് സ്വദേശിയായ ഷിജിനെ കൂടി കണ്ടെത്താനുണ്ട്. കഴിഞ്ഞ ദിവസം കാണാതായ 2 പേരിൽ ഒരാളാണ് ഷിജിൻ. 26 വയസ്സാണ് ഇന്ന് ഇപ്പോൾ മൃതദേഹം ലഭിച്ച ഫ്രീമോൺ ഉണ്ടായിരുന്നത്. 32 വയസ്സാണ് ഷിജിന്. നിലവിൽ എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട തിരച്ചിൽ ഇപ്പോൾ എന്തായാലും ഇവിടെ നടക്കുന്നുണ്ട്. മുതലപ്പുഴ അഴിമുഖത്ത് 5 വള്ളങ്ങളിലും ഒപ്പം പുറംകടലിൽ 5 വള്ളങ്ങളിലും മറൈൻ എൻഫോഴ്സ്മെന്റിന്റെ പരിശോധന നടക്കുകയാണ്. ഈ പാലത്തിന്റെ അടിയിലാണ് ഇവർ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്നലെ മുതൽ ഇവർ അന്വേഷിക്കുന്നത് ഇതിനകത്താണ്, അല്ലാതെ പുറത്തൊന്നുമല്ല. പക്ഷേ ഈ MSC കപ്പലിന് 27 ആൾക്കാരെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട് അവർക്ക് മണിക്കൂറുകൾ മാത്രം എടുത്തിട്ടുണ്ട്. അത് മുങ്ങിപ്പോയി 27 കിലോമീറ്ററിനുള്ളിൽ മുങ്ങിപ്പോയ കപ്പലിന് ഇവിടെ ഈ നിസാര ഈ തീരത്ത് സംഭവിച്ചപ്പോഴേക്ക് രക്ഷപ്പെടുത്താൻ ഇവരെ കൊണ്ട് കഴിഞ്ഞില്ല. വെള്ളിയാഴ്ച അപകടം നടക്കുമ്പോൾ ഈ ഒഴുക്കിന്റെ ദിശയനുസരിച്ച് തുമ്പ ഭാഗത്തേക്കും പരിശോധന ശക്തമാക്കിയിട്ടുണ്ട്. മഴ മാറി നിൽക്കുന്നു, കാര്യങ്ങളൊക്കെ മാറുന്നു. ആശങ്ക മാത്രം മുതലപ്പുഴയിൽ മാറുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇപ്പോഴും പരിശോധന തുടരുകയാണ്. നിലവിൽ ഇനി ഒരാളെ കൂടിയാണ് ലഭിക്കാനുള്ളത്. നെല്ലൈ മുരുകനൊപ്പം രാഹുൽ ജി നാഥ്, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.